ഒരാൾ നബിയുടെ അടുക്കൽ വന്ന് എന്റെ നന്മയുടെ അളവുകോൽ എന്താണെന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അയാൾക്ക് നബി കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? നീ നന്മ ചെയ്തുവെന്ന് നിന്റെ അയൽവാസി പറയുന്നത് കേട്ടാൽ നീ നന്മ ചെയ്തിരിക്കുന്നു, നീ തിന്മ ചെയ്തുവെന്ന് പറയുന്നത് കേട്ടാൽ നീ തിന്മ ചെയ്തിരിക്കുന്നു. നമ്മുടെ നന്മ തിന്മയുടെ അളവുകോല് പോലും അയൽവാസിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാവുമെന്നാണ് റസൂൽ പറഞ്ഞത്. നബിതങ്ങൾ പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബിവായിഖ. അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മാത്രല്ല, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന പ്രവാചക അധ്യാപനം കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. കുടുംബത്തെ പോലെ തന്നെ പ്രധാനമാണ് അയൽബന്ധവും. മതനിരപേക്ഷതയുടെ പെരുമയുള്ള നമ്മുടെ നാട്ടിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ അയൽവാസികളുമായി നല്ല സമ്പർക്കം പുലർത്താൻ പഠിപ്പിച്ച ഈ റസൂലിന്റെ അധ്യാപനം ഇന്നും പ്രസക്തമാണ്.